ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ചിക്കൻ കായ ഉണ്ടാക്കി നോക്കാം. അതിനായി നമ്മൾ ആദ്യം മസാല തയ്യാറാക്കിയെടുക്കണം. മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ശേഷം 3 ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടത് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം മസാലപ്പൊടികൾ, ഗരം മസാല 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പ് ഇവ ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി നന്നായി പേസ്റ്റാക്കിയത് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനോ ബീഫോ അതിലേക്ക് ക്രഷ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി മസാല റെഡിയായി. പിന്നെ അരിപ്പൊടി, ഒറോട്ടിപ്പൊടി നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തതാണ്. ഒറോട്ടിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞാൽ, അത് തന്നെ വാങ്ങുക. ശേഷം ഈ ഒറോട്ടിപ്പൊടിയിൽ നിന്ന് ഉരുളകളെടുത്ത് കൈവെള്ളയിലിട്ട് ഇതേപോലെ പരത്തി നടുവിൽ മസാല വെച്ച് കൊടുക്കുക. ഇതേപോലെ മസാല വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും നടുവിലേക്ക് കൂട്ടിക്കൊടുക്കുക. മസാലയെ ഉള്ളിൽ ആക്കി അതിനെ പൊതിഞ്ഞെടുക്കുക. ശേഷം ഉന്നക്കായുടെ ഷേപ്പിലേക്ക് അത് ഇങ്ങനെ മാറ്റിയെടുക്കുക. അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുക. നമ്മളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്ക് ഒരു ബൗളിൽ കുറച്ച് കോൺഫ്ലോർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എടുത്ത് പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കി വെക്കാം. നമ്മുടെ ചിക്കൻ കായ വെന്തിട്ടുണ്ട്. അത് നമ്മളാക്കി വെച്ച ഈ മിക്സിലേക്ക് ഇട്ട് എല്ലാ ഭാഗവും കവർ ചെയ്തെടുത്ത് ഒരു ഭാഗത്തെടുത്ത് വെക്കുക. ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ടിത് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി നോക്ക്, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഷാലോ ഫ്രൈ ആയതിനാൽ തന്നെ വലിയ കുഴപ്പമില്ല, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.